പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ സമവാക്യങ്ങളിലും വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡറും അനുഭവസമ്പന്നനുമായ മുഹസിൻ റിസായിയെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള നയതന്ത്ര പിരിമുറുക്കങ്ങൾ കടുക്കുകയും മേഖലയിലെ സൈനിക തന്ത്രങ്ങൾ പുനർനിർണയിക്കപ്പെടുകയും ചെയ്യുന്ന നിർണായക ഘട്ടത്തിലാണ് ടെഹ്റാന്റെ സുരക്ഷാ തീരുമാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവിലേക്ക് റിസായിയുടെ തിരിച്ചുവരവ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയായും നിയമിക്കപ്പെട്ടതോടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭരണകൂടത്തിന് കീഴിൽ കടുത്ത സുരക്ഷാ നയങ്ങൾക്കായിരിക്കും മുൻഗണനയെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മുൻ സെക്രട്ടറി മുഹമ്മദ് ബാഗർ സൽഗാദർ രാജിവെച്ചതിനെ തുടർന്നാണ് റിസായിയെ ഈ ഉയർന്ന പദവിയിലേക്ക് നിയോഗിച്ചത്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ മേഖലകളിൽ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിത്വമാണ് മുഹസിൻ റിസായി. 80കളിലെ പ്രശസ്തമായ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് തുടർച്ചയായി 16 വർഷത്തോളം IRGCയുടെ കമാൻഡർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് സായുധ സേനകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പിന്നീട് എക്സ്പീഡിയൻസ് കൗൺസിൽ സെക്രട്ടറിയായും മുൻനിര സാമ്പത്തിക ഉപദേശകനായും പ്രവർത്തിച്ച രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. റസായിയുടെ ഈ തിരിച്ചുവരവിന് ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര പശ്ചാത്തലം ഒരുക്കുന്നത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. അന്താരാഷ്ട്ര ഊർജ ഗതാഗതത്തിന്റെ പ്രധാന നാഡീഞരമ്പായ ഈ കടലിടുക്കിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ടെഹ്റാനിലെ ഈ നിർണായക നേതൃമാറ്റം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണെന്ന ശക്തമായ നിലപാടാണ് മുഹസിൻ റിസായി തുടർച്ചയായി ഉയർത്തിപ്പിടിക്കുന്നത്. ഈ വാണിജ്യപാതയിലെ വിട്ടുവീഴ്ചകൾ കേവലം ഒരു സാങ്കേതിക ധാരണയായി കാണാൻ കഴിയില്ലെന്നും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷാ വ്യവസ്ഥകളും ഉറപ്പാക്കാതെ ഇളവുകൾ നൽകില്ല എന്നുമുള്ള ഇറാന്റെ കടുത്ത സന്ദേശമാണ് ഈ നിയമനത്തിന് പിന്നിൽ. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല നിബന്ധനകളെയും പ്രതിരോധിക്കാനും ഒമാൻ വഴിയുള്ള ചർച്ചകളിൽ ടെഹ്റാന് കൂടുതൽ നയതന്ത്ര മേൽക്കോയ്മ നേടാനും റസായിയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കാതെയും അന്താരാഷ്ട്ര അതിക്രമങ്ങൾ പൂർണ്ണമായും തടയാതെയും ഹോർമുസിൽ വഴി തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. റസായിയെ പോലുള്ള ഒരു ഹാറ്റ്ലൈൻ സൈനിക തലവന്റെ സാന്നിധ്യം ഇസ്രയേൽ അടക്കമുള്ള പ്രാദേശിക എതിരാളികൾക്ക് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. മുൻപ് അമേരിക്കൻ ഇസ്രയേലി നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത റിസായിയുടെ പുതിയ പദവി ഇറാൻ സായുധ സേനയുടെ മനോവീര്യം ഉയർത്തുകയും പ്രതിരോധ തന്ത്രങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടുകയും ചെയ്യും. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ സാധ്യമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇടനിലക്കാർ മുഖേനയുള്ള സന്ദേശ കൈമാറ്റത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ കടുത്ത നിബന്ധനകൾ നടപ്പിലാക്കാൻ റിസായി മുന്നിലുണ്ടാകും. രാജ്യത്തിന്റെ വിദേശ നയവും സുരക്ഷാ തന്ത്രങ്ങളും ഒന്നിച്ചു പോകുന്നു എന്ന് ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുടെ വിശ്വസ്തനായ സൈനിക ഉപദേശകൻ കൂടിയാണ് റസായി. നേതാവിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ സുരക്ഷാ കൗൺസിലിലേക്ക് എത്തുന്നതോടെ ഭരണകൂടത്തിനുള്ളിലെ തീരുമാനങ്ങൾ കൂടുതൽ വേഗത്തിലും ശക്തമായും നടപ്പിലാക്കപ്പെടും. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ പ്രതിരോധ ശേഷി നൽകാനും ഈ അപ്രതീക്ഷിത മാറ്റം സഹായിക്കുന്നുണ്ട്. തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന പാശ്ചാത്യ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പെസഷ്കിയാന റസായിയുടെ സാന്നിധ്യം ഉപകരിക്കും. ഇറാൻ ഇറാഖ് യുദ്ധകാലത്തെ മുൻനിര കമാൻഡറെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തിനുള്ളിലെ ദേശസ്നേഹ വികാരങ്ങളെയും ഐക്യത്തെയും ഉണർത്താൻ സഹായിക്കുമെന്നും ടെഹ്റാൻ കണക്കുകൂട്ടുന്നു. വിദേശ ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കുമിടയിൽ രാജ്യം നേരിടുന്ന സാമ്പത്തിക സുരക്ഷാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ നടന്നുവരുന്ന വിവിധ യുദ്ധമുഖങ്ങളിലെ വികസനങ്ങളും ഇറാന്റെ പുതിയ സുരക്ഷാ തന്ത്രങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. സിറിയ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായ ഭരണമാറ്റങ്ങളും വൻശക്തികളുടെ ഇടപെടലുകളും മുൻനിർത്തി തങ്ങളുടെ അതിർത്തി സുരക്ഷ കൂടുതൽ കടുപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ കടൽപാതകളിലെ കപ്പൽ ഗതാഗത സുരക്ഷ, ഇറാന്റെ ആണവ പദ്ധതികൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ സഖ്യ ശൃംഖലകളുടെ ഏകോപനം എന്നിവയെല്ലാം ഇനി റസായിയുടെ മേൽനോട്ടത്തിലായിരിക്കും തീരുമാനിക്കപ്പെടുക. ചർച്ചകൾക്കും നയതന്ത്രത്തിനും വാതിലുകൾ അടയ്ക്കാതെ തന്നെ സൈനിക ശക്തിയും കടുത്ത നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും ഒരുപോലെ കർശനമായ സൂചന നൽകുന്നതാണ് റസായിയുടെ ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ്. വരും ദിവസങ്ങളിൽ ഹോർമുസ് ചർച്ചകളിൽ ഉണ്ടാകുന്ന പുരോഗതിയും ഇറാന്റെ പുതിയ സുരക്ഷാ നയങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുമോ അതോ പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുമോ എന്ന ആഗോള സമൂഹം ഉറ്റുനോക്കുകയാണ്.